ഡയമണ്ട് കിഴി റിയാക്ഷനാണ്. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ്. ദുൽഖർ സൽമാൻ നായകനാവുന്ന ലക്കി ഭാസ്കർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരാൻ പോകുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ ഇന്ന് ഒരു ഭീകര സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ STR 48 ഫസ്റ്റ് ലുക്ക്. ഫസ്റ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഫസ്റ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോസ്റ്റർ. ട്വിങ്കിൾ. ട്വിങ്കിൾ അതാണ് സാധനം. നമ്മളൊരു വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ചു, പറ്റിച്ചു. സത്യം പറഞ്ഞാല് ഇതിന്റെ ടൈറ്റിൽ വരുമായിരിക്കും, ഫസ്റ്റ് ലുക്ക് ക്യാരക്ടർ, ഫസ്റ്റ് ലുക്ക് അങ്ങനെ ഇത് വരുമായിരിക്കും. അതെല്ലാം കൂടി ഒരു മോഷൻ പോസ്റ്റർ ആയിട്ട് വരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതെ, 1 മിനിറ്റിനൊക്കെ താഴെയുള്ള ഒരു വീഡിയോ. അതെ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അനൗൺസ്മെന്റ് വീഡിയോ അങ്ങനെയൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നുമില്ല. ആളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ സിലംബരസൻ സിംബുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ അത്ര ഉള്ളൂ ഇതിൽ, അല്ലാതെ ഒന്നുമില്ല. ഇതെന്തായാലും ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഇതുപോലെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഏകദേശം ഇതേ ലുക്കും സംഭവമൊക്കെ തന്നെയായിരുന്നു ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എടുത്ത് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ് ഈ ട്വിങ്കിൾ എന്ന് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ട്വിങ്കിൾ എന്ന് കൊടുത്തതിന്റെ ആ ഒരു അർത്ഥം കറക്റ്റ് ആക്കി കൊടുത്തിട്ടാണ് പിന്നടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ പോസ്റ്റർ ഒന്ന് കാണാം. ദേ സംഭവം കൊടൂര വർക്കാണ്. 2 ലുക്കിലാണ് ഇത് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂമേഴ്സ്. അതായത് ആളിതിൽ ഡബിൾ റോളായിരിക്കും. പക്ഷേ വ്യത്യസ്തമായ 2 ലുക്കായിട്ട് ഫീൽ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? രണ്ടും അതെ, ഏതാണ്ട് ഒരേപോലത്തെ ലുക്കാണ്. പക്ഷെ ഒരാൾ ചിരിച്ചുകൊണ്ട് ഒരു ഡബിളിഷ് ചിരിയിൽ ഇങ്ങനെ ആളോട് പ്രതികാരമുള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ആളെ ഭയങ്കര ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന, അത് ഫേസ് ടു ഫേസ് ആണ് രണ്ടുപേരും. ഇതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ക്യാരക്ടർ ലുക്കിൽ പ്രത്യേകതൊന്നുമില്ല. ഒന്നുമില്ല. മറ്റേ യോദ്ധാവിന്റെ ഒക്കെ പോലുള്ള ഡ്രസ്സിംഗ് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. വാളൊക്കെയാണല്ലോ അതിന്റെ എഴുത്തിൽ തന്നെ വന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറി പെടുന്ന സിനിമ തന്നെയായിരിക്കും. അതെ, പിന്നെ 2 ആളുടെ ബോഡിയും കത്തുന്നുണ്ട് കേട്ടോ, നിന്ന് കത്തുകയാണ്. ഇത് പക്ക വർക്ക് തന്നെ കേട്ടോ, വർക്കാണ്. അതെ അതെ. പിന്നെ ഒരാളുടെ, അതായത് ചിരിക്കാത്ത മുഖത്ത് മുടിയൊക്കെ പാറുന്ന ഒരു ലുക്കിൽ ഒരു വെട്ടുണ്ട് ഇങ്ങനെ മുഖത്തിന്റെ ഇതില്. അതെ, അത് വേറൊരു ബ്ലഡ് ഒഴുകുന്ന. അതെ അതെ അതെ, അങ്ങനെയാ തോന്നുന്നു സംഭവം. പിന്നെ ഹെയർ പാറുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേത് കൃത്യമായിട്ടൊരു വെട്ട്. അതൊരു മുറിവ് പോലെ തന്നെ ഉണ്ട്. പൂച്ചക്കണ്ണാട്ടോ. ചെവിയിൽ എന്താ സാധനം? ചെവിയിൽ എന്തോ ഒരു നീളത്തിലൊരു സാധനം ഉണ്ട് കേട്ടോ, ആരോമാർക്കൊക്കെ പോലെ ഇങ്ങനെ സാധനം. എന്തായാലും കൊള്ളാം. പക്ഷെ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, നമ്മൾ സന്തോഷിക്കുകയാണ്. ഇത് അവര് ജസ്റ്റ് ഒന്ന് തട്ടി കൂട്ടി എന്നുള്ളത് പറയാം. ഇത് ശരിക്കും ഇന്നലെ ഇവര് ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പിലായിരിക്കും. പക്ഷെ സാധാ ഒരു ഇതായിപ്പോയി. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് ദേശിംഗ് പെരിയസ്വാമി, അതായത് വമ്പൻ ഡയറക്ടറാണ്. അതായത് നമ്മുടെ ദുൽഖർ സൽമാനെ നായകനാക്കി കണ്ണും കണ്ണും കൊള്ളയടിത്താൽ ഈ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനാണ്. ആളുടെ 2ാമത്തെ സിനിമയാണ് കേട്ടോ. അതെ, STR 48. അപ്പൊ ഇനിയും പേര് കിട്ടിയിട്ടില്ല നമുക്ക്. അതെ, STR 48 തന്നെ പറയണം, അതിൽ തന്നെ നിൽക്കണം ഇപ്പൊ. എന്തായാലും ആളുടെ ബർത്ത്ഡേ ആണ്. എല്ലാവിധ ജന്മദിനാശംസകളും നമ്മുടെ വക. തീർച്ചയായും ദേശിംഗ് പെരിയസ്വാമിയാണല്ലോ അത് സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദുൽഖർ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. മറ്റൊരു റൂമറാണ്, കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൽഹാസന്റെ ഒരു കാമിയോ റോളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, രാജ്കമൽ ഫിലിംസ് ആണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും STRന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണിത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇവർ ക്യാപ്ഷൻ കൊടുത്തതിൽ ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് ആൻഡ് ബാറ്റിൽ എന്നുള്ള രീതിയിൽ. അതൊരു രസം കിട്ടുന്നുണ്ട്. നല്ലൊരു പേര്, നല്ലൊരു ക്യാപ്ഷൻ. അതെ, ബ്ലഡ് ആൻഡ് ബാറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ലക്കി ഭാസ്കർ സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വരും. നാളെ 4:41 PM കേട്ടോ. അതെന്താണ് ആ സമയം? കണക്കെന്താ നമുക്ക് അറിഞ്ഞൂടാ. അവരുടെ ടൈം അതായിരിക്കും, അവരുടെ രാഹുകാലം. അല്ലെങ്കിൽ ആ കഥാപാത്രം, അതായത് ഈ ലക്കി ഭാസ്കറിൽ ദുൽഖർ ചെയ്യുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അത് റിയൽ ലൈഫിൽ ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആളുടെ ഒരു നല്ല സമയം എന്നുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയും ഇടാൻ സാധ്യത ഉണ്ട്. എന്തായാലും 4:41 വരും. നല്ലൊരു പോസ്റ്റർ തന്നെയാണ് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പോലും കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി ചെല്ലുന്നതാണ് ഒരു ബാങ്കിന്റെ മഗധ.
മഗധ ബാങ്കിലേക്ക് കയറി പോവാണ്. ഇതൊരു പണ്ട് കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അതിൽ അത് വ്യക്തമായിരുന്നു. അതായത് 100ൻ്റെ നോട്ടൊക്കെ പഴയ 100ൻ്റെ നോട്ടായിരുന്നു. പിന്നെ ഇതിനകത്തല്ലേ ആളുടെ ലുക്ക് തന്നെ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ അവതരിപ്പിച്ചിരുന്ന, അത് ഫാൻമേഡാണ്. അത് ആ കഥാപാത്രവും ഇതും ഒക്കെ ഏകദേശം അങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്ത് വന്നതാണത്. പക്ഷെ ഈ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോ കുറച്ച് തടിയുണ്ട്, കുറച്ച് തടി ഉള്ളത് പോലെ തോന്നുന്നു. അതെ, പിന്നെ അങ്ങനെ ആയിരിക്കും വിചാരിക്കാം. നോക്കാം നമുക്ക്. എന്തായാലും നാളെ ഫാദർ ഒരു സാധനം പുറത്തു വിടുന്നുണ്ട്. അതായത് രാവിലെ 11 മണിക്ക് യാത്ര 2ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ. ഫാദർ ഇന്നലെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞില്ലേ. അതിന്റെ അടിയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു, ഞാൻ ഒരുപാട് ഇത് ചിരിച്ചു കേട്ടോ. മമ്മൂക്കയുടെ ലുക്കിലോ ഇന്നലത്തെ പോസ്റ്റിന്റെ താഴെ അതെ ഷാഡോ. അതെ, അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്. അതായത് നിങ്ങളെ കുട്ടിക്ക് 37 വയസ്സായി എന്ന് പറയാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ദുൽഖറിന് 37 വയസ്സ് കഴിഞ്ഞ് 40 ആകാൻ പോകുന്നു എന്നുള്ളത് ഇയാളോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. വേറൊരു കമന്റ് ഉണ്ടായിരുന്നേ, അതായത് ഇത് ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തോടെ എടുത്തിട്ടേ കേസെടുക്കണമെന്ന്. പിന്നെ തീർച്ചയായും അത് യുവാക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ശരിക്കും. സത്യമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു അനൗൺസ്മെന്റ് പോസ്റ്ററാണ്. എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദി റിമാർക്കബിൾ ജേർണി ഓഫ് അവർ ലക്കി ഭാസ്കർ ബിഗിൻസ് ടുമോറോ അറ്റ് പിന്നെ സമയം 4:41 PM. അതെ, ഓക്കെ, കൊള്ളാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെ, അത് ഫസ്റ്റ് ലുക്ക് കട്ട വെയിറ്റിംഗിലാണ് എന്തായാലും ഫസ്റ്റ് ലുക്കിന്. ഓക്കെ, എന്തായാലും പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ആ രീതിയിലുള്ള കളർ ഗ്രേഡിങ്ങും പിന്നെ ബിൽഡിംഗ് ഒക്കെ കറക്റ്റ് പഴയ ആ ഒരു രീതി തന്നെയാണ്. ഒരു ബാങ്കിന്റെ പേര് തന്നെ പഴയ ഒരു ബാങ്കിന്റെ, അതെ അതെ, മഗധ ബാങ്കിലെ നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലില്ല. അതെ, അങ്ങനെ ബാങ്ക് ഇപ്പോഴും ഉണ്ടോ? ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ബാങ്ക് ആയിരിക്കാം. യെസ്, അതിന്റെ ആയിരിക്കാം. എന്താണെങ്കിലും അപ്പൊ 2 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് STR48 ഒന്ന് ലക്കി ഭാസ്കർ. ശരിക്കും രണ്ടും ദുൽഖറിന്റെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം. അത് പക്ഷേ നമ്മൾ കാത്തിരുന്നിരുന്നു. അതായത് ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൂര്യ 43 ഉണ്ടല്ലോ, അതെ, അതങ്ങനെയാണല്ലോ പുറത്തുവിട്ടത്. അതുപോലെ തന്നെ KH 257 അങ്ങനെ. പക്ഷെ അതിന് കാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാസ്റ്റിംഗ് ഇല്ലായിരുന്നു, പക്ഷെ അവരുടെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു. അതെ അതെ, പക്ഷെ സൂര്യ 43 പോലെ ആയിരുന്നെങ്കിൽ അതിൽ ദുൽഖർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. അതൊരു സത്യം. പക്ഷെ ഇത് അതില് STR48 ദുൽഖർ ഉണ്ടെന്നുള്ളത് കുറെ നാളുകൾക്ക് മുന്നേ കേൾക്കുന്ന, അതെ, റൂമറായിട്ട് വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. ദുൽഖർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏതിലൊക്കെയാണ്? അതെ, ഒന്ന് നന്ദമൂരി ബാലകൃഷ്ണയുടെ 109ാമത്തെ സിനിമയിൽ, പിന്നെ കൽക്കി, സൂര്യ 43, കൽക്കി, പിന്നെ വേറെ തഗ് ലൈഫില് എത്രണ്ണായി? ശരിക്കും 5 മുകളിലായി. 5 മുകളിലായി. പക്ഷെ അത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. അതെ, കാരണം എല്ലാത്തിലും ഒരു 10-20 മിനിറ്റ് ഉള്ള ആളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളൂ. എന്തായാലും സൂര്യ 43 സെറ്റ് അതിലൊക്കെ അത്യാവശ്യം പക്കയായിട്ട് കൂടെ തന്നെയുള്ള നല്ല റോളായിരിക്കും. ഇപ്പൊ തഗ് ലൈഫിലൊക്കെ വരുമ്പം കമലഹാസനുണ്ട്, ജയൻ രവി ഉണ്ട്. അതിനുശേഷമല്ല എന്തായാലും ദുൽഖറിന്റെ ഒരു റോളുള്ളത് വരുള്ളൂ. ഇങ്ങനത്തെ ചെയ്യണ്ടെന്നല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോ ആളുടെ വലിയ സിനിമകളും വരണം. അതാണ്, ഒരു നായകനായിട്ടുള്ള വലിയ സിനിമകൾ വരണം, പാൻ ഇന്ത്യൻ സിനിമകൾ തന്നെ വരണം. അപ്പോഴേ ആ ഒരു വലിപ്പം അങ്ങനെ തന്നെ നിന്നു. ആളുടെ വലിപ്പം ഇപ്പൊ മറന്നുപോയെന്നൊരു സംശയമുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജയറാം ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയല്ല. തെലുങ്കില് ചെയ്യുന്നുണ്ട്, തമിഴില് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ലാംഗ്വേജ് ചെയ്യാൻ പറ്റില്ല ഒക്കെ ചെയ്യുന്നുണ്ട്. ദുൽഖറിന് റേഞ്ച് മാറും, അതൊക്കെ ഓക്കെ. പക്ഷെ എപ്പോഴും നായകൻ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് വേറൊരാളുടെ കീഴിൽ ഒരു സഹനടൻ എന്നുള്ള രീതിയിൽ വരരുത്. എന്തായാലും ലക്കി ഭാസ്കർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് നാളെ വൈകിട്ട് കാണാം. വെങ്കി അട്ലൂരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. തെലുങ്കിലും തമിഴിലുമായിട്ട് വരുന്ന ഒരു ബൈലിംഗൽ മൂവിയാണോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.